അന്ന് അവൻ കൊക്കയെന്ന് വീട് മരിച്ചെന്നായിരുന്നു ധാരണ. എന്നിട്ട് അവൻ തിരിച്ചു വന്നു. ഇനി തിരിച്ചു വന്നപ്പോ അവന്റെ കാലിന് സ്വാധീനം കിട്ടിക്കാണോ? ഇനി കിടന്നായിട്ട് ഉറക്കം വരത്തില്ല. മോളാണല്ലോ. മോളെ, മോൾ ഉറങ്ങിയില്ലേ മോളെ? ഉറക്കം വരുന്നില്ല. ഉറങ്ങുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാലക്ഷ്മിയുടെ സൗഭാഗ്യങ്ങളാ. ആ നേരത്ത് എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുക. ഞാനൊരു സ്വപ്നം കണ്ടു മോളെ. മൂന്നാറിന് പോയ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കാറിനകത്ത് സഞ്ചരിക്കുന്ന ദൃശ്യം കണ്ടേ. ഡ്രൈവ് ചെയ്യുന്നത് ആരാണെന്നറിയോ? മറ്റാരുമല്ല, അവനാ, കണ്ണൻ. എന്താ മോളിങ്ങനെ നോക്കതേ? മേലിൽ ഇത്തരം സ്വപ്നങ്ങൾ കാണരുത്. ഇനി അതുകൂടെ ബാക്കിയുള്ളൂ. കണ്ണൻ കാർ ഡ്രൈവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോ അയാളുടെ കാലിന് സ്വാധീനം കിട്ടിയെന്ന് വേണം കരുതാൻ. അങ്ങനെ അയാൾ നടന്നുകൂടി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഞാൻ കെട്ടിത്തൂങ്ങി ചാവുന്ന നല്ലത്. മോള് മാത്രമല്ല, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് മരിക്കുന്ന നല്ലത്. ഇത്തരം സ്വപ്നങ്ങൾ അച്ഛൻ രാത്രി കാണുവാണെങ്കിൽ അച്ഛൻ ഉറങ്ങരുത്. ഉറങ്ങരുതെന്നോ? സ്വപ്നത്തോട് പറയാൻ പറ്റുമോ മോളെ സ്വപ്നം കാണരുതെന്ന്? സ്വപ്നം കാണരുതെന്ന് സ്വപ്നത്തോടല്ല പറയേണ്ടത്, നമ്മുടെ മനസ്സിനോടാ. അങ്ങനെ പറഞ്ഞാലും മോളെ പോലെ തന്നെ അവളുടെ സൗഭാഗ്യങ്ങൾ എന്റെ മനസ്സിൽ കിടക്കില്ലേ? അതൊക്കെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടായിരിക്കും ദുസ്വപ്നങ്ങൾ കാണുന്നത്. ഇത്തരം സ്വപ്നങ്ങളെ ഞാനും ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം പറയാതിരിക്കുന്നതാ. മോളെ ചൊടിപ്പിക്കാനായിട്ട് മൂന്നാറിൽ പോയ ഫോട്ടോസൊക്കെ മോക്ക് ലക്ഷ്മി അയച്ചു തന്നിരിക്കും. അല്ലെങ്കിൽ തിരിച്ചിവിടെ വരുമ്പോ മോളെ അത് കാണിച്ചു തന്നിരിക്കും. മോള് അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എന്റെ ഭർത്താവിന്റെ കയ്യിലെ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അയാൾ 6 പിശുക്കനാ. കാലണ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കളയില്ല. അത് ഭാവിയിലേക്കുള്ള കരുതലിനായിരിക്കും മോളെ അവൻ സമ്പാദിക്കുന്നത്. പിന്നെ സമ്പാദിക്കുന്നു. ഇനി കമ്പനിന്ന് എപ്പ പിരിച്ചു വിടുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷ്മിയുടെ ഭാഗ്യം തന്നെയാ, മഹാഭാഗ്യം. കല്യാണത്തോടെ മഹാലക്ഷ്മിക്കൊരു മഹാഭാഗ്യവും വന്നു. ഇപ്പൊ അവള് മഹാലക്ഷ്മിയല്ല, മഹാഭാഗ്യലക്ഷ്മിയാ. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇനിയിപ്പോ കിടന്നാലോ? കിടക്കാം. ഈ നിമിഷങ്ങളൊന്നും ഇനി തിരിച്ചു വരില്ലല്ലോ. അതെന്താ തിരിച്ചു വരാത്തെ? നമുക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വന്നൂടെ? അത് മാത്രല്ലല്ലോ, ഇവിടെ ഗസ്റ്റ് ഹൗസും റിസോർട്ടും ഒക്കെ കെട്ടുന്നതിനെ പറ്റി കൂട്ടുകാരനും സംസാരിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേണേലും ഇവിടെ താമസിക്കാമല്ലോ. എന്നാലും നമ്മുടെ ഈ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഒരുത്തി എത്തിയല്ലോ, നമ്മുടെ പ്രധാന ശത്രു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാർക്കോയെ വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ അവൻ രാത്രിയോടെ ഇവിടെ എത്തിയാനെ. എന്നിട്ട് ഇവിടിട്ട് അവനെ കൈകാര്യം ചെയ്തേനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടാ. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. വളഞ്ഞും തിരിഞ്ഞും വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് യാത്ര ചെയ്യാനൊരു രസമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ വാഗമണിലേക്ക് തേക്കടിയിലേക്ക് പോയാലോ? അതൊന്നും വേണ്ട.
തനിക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ടില്ല. സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് എക്സ്കർഷനൊക്കെ പോകുമ്പോൾ ഞാനതിലൊന്നും പങ്കെടുത്തിട്ടില്ല. കരുണ എല്ലാ വർഷവും പോവാറുണ്ടായിരുന്നു. എന്നിട്ടവള് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കും. ആ സമയത്ത് തനിക്ക് വിഷമം വന്നിട്ടില്ലേ? എൻ്റെ അമ്മയുടെയും പരിമിതികളെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഒരു വിഷമവും വന്നിട്ടില്ല. എനിക്കന്നൊക്കെ അതിനേക്കാളും ഇഷ്ടം ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകുന്നതായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഒരിക്കലേ പോയിട്ടുള്ളൂ. ഇവിടുന്ന് ദൂരെ പോയതും ഗുരുവായൂരാ. അതിനെന്താ, ഇനി നമുക്ക് എവിടെ വേണേലും പോവാലോ. കണ്ണേട്ടൻ വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റൂന്ന് ലോകം അറിയാത്തടത്തോളം കാലം മഹാക്ഷേത്രങ്ങളിലോട്ടൊന്നും പോവാത്തതാ നല്ലത്. അത്തരം അമ്പലങ്ങളിലൊക്കെ ഏതെങ്കിലും പരിചയക്കാരുണ്ടാവും. റിയാസ് വിളിച്ച് പോവാൻ പറഞ്ഞു കേട്ടില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാരും വരാൻ പോവുകയാണെന്ന്. അവരൊക്കെ വന്നു കഴിഞ്ഞാല് വീണ്ടും ഒരു ട്രിപ്പ് വയ്ക്കും. അതൊരൊന്നൊന്നര ട്രിപ്പായിരിക്കും. പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ഈ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് പരിചയക്കാരെങ്കിലും വന്നാലും അവരെ ഹാൻഡിൽ ചെയ്തോളും. എന്നാലും അവൻ എവിടെയായിരിക്കും താമസം, മേഘൻ? അവൻ എവിടെങ്കിലും താമസിക്കട്ടെ. അവന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവൻ താമസിക്കുന്നിടത്ത് എത്തിപ്പറ്റാനുള്ള സാധ്യതയൊന്നുമില്ല. മൂന്നാറില് രാത്രിയായി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. മിക്കവാറും അവൻ അവർക്ക് ആഹാരമാവാതിരുന്ന ഭാഗ്യം. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് വാ. വാ. കണ്ണേട്ടാ, അത് അവന്റെ വണ്ടിയല്ലേ? അതെ. നമ്മൾ പറയുന്ന പോലെ അവൻ ഇവിടെ തന്നെയാണല്ലോ മുറിയെടുത്തിരിക്കുന്നത്. നാളെ നേരം പുലരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോണം. പിന്നെ അനന്തവേട്ടനോടും ലേഖയോടും പറയുകയും വേണം. ഇവിടെ ആരും ഇല്ലടാ എന്നൊന്ന് പിടിച്ചോണ്ടാക്കാൻ. നമസ്കാരം. സ്വൽപ്പ ഓവറായി പോയി. പിടിക്കണോ സാറേ? അങ്ങനെ എന്നെ പിടിച്ച് നടത്തണ്ടാ. ഒരു മദ്യത്തിനും എന്നെ വീഴ്ത്താൻ പറ്റില്ല. മദ്യം എന്റെ വയറ്റിലേ വീഴൂ. മദ്യം കഴിച്ച് ഞാൻ വീഴില്ല. അവനെന്നെ പിടിച്ച് നടത്താൻ വന്നേക്കുന്നു. വേഗം വാ. വാ. കണ്ടിട്ട് വേഗം. അയ്യോ, ഈ കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോനെ കണ്ടിട്ട് നോക്ക്. വേഗം തുറക്ക. കണ്ടിട്ട്
വേഗം തുറക്ക്. അയ്യോ, ഓ. തുറക്ക് കണ്ണേട്ടാ. ഈശ്വരാ, തുറക്ക്. അവൻ നമ്മളെ കണ്ടു കാണോ? ഇപ്പോഴും ആടി ആടിയല്ലേ വന്നത്. അതുകൊണ്ട് അവന്റെ കാഴ്ചയിൽ നമ്മൾ പിടിക്കില്ല. ഇതാണ് എന്റെ മുറി. ഇതന്നെ എന്റേതല്ലാത്ത ഒരു മുറി ഇവിടെ വേണ്ട, കേട്ടാ. തുറക്കടാ, തുറക്കടാ, കണ്ണേട്ടാ. തുറക്കടാ. ആടാ അത്. അവൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നേ. തട്ടുന്നുണ്ടല്ലോ. ചേടാ, ഇത് എന്റെ മൊഴിയാടാ. തുറക്കടാ. എന്താ തുറക്കാൻ പറ്റാത്ത? തുറക്കടാ. അവൻ ഫുള്ള് വെള്ളത്തിലാ. അവന്റെ മുറി പോലും അവനെ അറിഞ്ഞുകൂടാ. എന്താ തുറക്കാൻ പറ്റാത്ത? അപ്പൊ ഇതല്ല എന്റെ മുറി. സോറി, മുറി മാറിപ്പോയതാ. എനിക്ക് തെറ്റിപ്പോയതാ. സോറി കേട്ടോ. ഇരുന്നൂറ്റിയേഴ്. അപ്പൊ ഇതാണ് എന്റെ മുറി. ഇത് തന്നെ. എടാ, ഇനി ഇത് തുറന്നില്ലെങ്കിൽ എന്റെ ഡോറെ ചവിട്ടി പൊളിക്കും. വരെ തുറക്കടാ, തുറടാ. മര്യാദക്ക് തുറന്നോണം. അതൊക്കെ എന്നെ ചൂട്ടി കൂട്ടി ചവിട്ടി തേച്ചണ ഞാൻ. തുറക്ക്. അപ്പൊ മര്യാദയുടെ ഭാഷ എല്ലാവർക്കും അറിയാം. കാര്യായി. കുറെ ശത്രുക്കളുണ്ട്. അവന്റെയൊക്കെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. മൂന്നാറ് മൂന്നാറ് പർവ്വത നിരയുടെ മൂന്നാറ്. ഒരു മൂന്നാറ്. പിന്നെ
ഞങ്ങളുടെ നാട്ടിലൊക്കെ 3-6 അല്ല 4-6 ഉള്ളത്. ഒരു മിനിറ്റ്, ഞാൻ പോയി വേണ്ട കണ്ണേട്ടാ വേണ്ട. നിക്ക്, പോയിട്ട് വരാം. വേണ്ട. അടുത്ത മുറി തന്നെ ഉണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇനി നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ വന്നതായിരിക്കോ? അവൻ ഡോറിൽ തട്ടിയത് മദ്യത്തിന്റെ ലഹരിയില്ല. ഞാൻ പറഞ്ഞില്ലേ, 2 അകത്തി എന്ന ബോധം പോകുന്ന സ്വഭാവം അവന്റെ. എങ്കിലും 3-6 അവൻ ഒഴിഞ്ഞ കോണിലുള്ള ഈ ഹോട്ടലിൽ തന്നെയാണല്ലോ റൂം എടുത്തത്. അനന്തു എന്തുകൊണ്ടാ മഹി ഇവിടെ റൂം എടുത്തത്? ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ടല്ലേ. അതുപോലെ അവൻ മാർക്കോയെ ഭയന്നാ വന്നിരിക്കുന്നത്. അതുകൊണ്ടാവണം ഈ ഹോട്ടലിൽ വന്ന് മുറിയെടുത്തത്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ആശ്വാസത്തിന് പറയുന്നതല്ലേ കണ്ണേട്ടാ? ഇനി അവൻ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലോ? കണ്ടെങ്കിലത് നമുക്ക് ഉടനെ അറിയാൻ കഴിഞ്ഞേക്കും. സാധ്യത കുറവാ. അവന്റെ അച്ഛൻ വാമദേവൻ വന്ന് മുന്നിൽ നിന്നാ പോലും ഇപ്പൊ അവന് തിരിച്ചറിയണമെന്നില്ല. മദ്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2-3 പെഗ്ഗൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതവൻ ഫുൾ ബോട്ടിൽ അകത്താക്കിയിരിക്കുന്നത്. അതാ റൂം ബോയോട് ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനില്ല. മല ചവിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് അവന് വലിയ ഷോക്കായിരിക്കുക. പിന്നെ ജീവിതം മൊത്തം പോയില്ലേ. മഞ്ജു ഇപ്പൊ അവന്റെ ജീവിതത്തിൽ ഇല്ല. അതിന്റെ കൂടെയാ മാർക്കോയുടെ ഭീഷണി നിലനിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ അവൻ മദ്യത്തെ കൂട്ടുപിടിച്ചിരിക്കുക. എന്തായാലും നാളെ അതിരാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോണം. ഇപ്പൊ തന്നെ അനന്തുവേട്ടനെ വിളിച്ച് വിവരം പറ. വിളിക്കാൻ തുടങ്ങായിരുന്നു. അനന്തോട്ടൻ ഉറങ്ങിക്കാണോ? ഉറങ്ങിയെങ്കില് അവൻ ഉണർന്നോളും. ആരാ? കണ്ണനാണല്ലോ. എടാ എന്താടാ? എടാ, അവൻ ഈ ഹോട്ടലിലുണ്ട്. മേഘൻ. ഈ ഹോട്ടലിലോ? ഞങ്ങൾ അവനെ കണ്ടടാ. പുറത്ത് കുറെ സമയം ഇരുന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് വന്നപ്പോ അവൻ 4 കാലിൽ വരുന്നത് കണ്ടു. എടാ, അവൻ നിങ്ങളെ കണ്ടോ? കണ്ടില്ലെന്നാ തോന്നുന്നേ. പക്ഷെ അവന്റെ മുറി ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാ. വല്ലാത്തൊരു പറ്റാണോടെ പറ്റിയത്. മഹി പറയുന്നത് നാളെ നേരം പുലരും മുമ്പേ ഇവിടുന്ന് വിടണമെന്നാ. അതാ നല്ലത്. രാവിലെ ഞങ്ങൾ റെഡിയാവാ. ശരിയടാ. അവനെ കണ്ടോ? അവര് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത റൂമിൽ തന്നെ അവൻ താമസിക്കുന്നതെന്ന്. ഒരു മിനിറ്റ്. വാ, ആ ഡോർ അടച്ചേക്ക്. അവിടെ ഉണ്ടെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവൻ വാതിലെങ്ങനെ തുറന്ന് അനന്തോട്ടിനെ കാണില്ലേ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ കണ്ടാലും കുഴപ്പമില്ല. അവൻ അന്തരീക്ഷത്തിലൂടെയാ നടക്കുന്നത്. എന്നാലും വേണ്ട, വാ വര. കേറ്.
എന്നാലും അവൻ എങ്ങനെ എവിടെ എത്തിയത്? അതൊക്കെ നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം. അപ്പൊ അവര് പറയും അവൻ എപ്പോഴാ മുറിയെടുത്തെന്നൊക്കെ. അവനൊരിക്കലും നമ്മുടെ പിന്നാലെ അല്ല വന്നത്. ഇത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാ. നല്ലൊരു യാത്രയ്ക്കായിട്ടാ നമ്മൾ പുറപ്പെട്ടത്. അത് അവൻ കാരണം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് പോകേണ്ട അവസ്ഥയായല്ലോ. സാരമില്ല, അവനെ കാണുന്നവരെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലോ. ശരി, നീ വാ, രാവിലെ എഴുന്നേക്കണ്ടല്ലേ, കിടക്കാം. അവനെ കണ്ടെന്ന് കരുതി ടെൻഷനൊന്നും വേണ്ട. ദേ, ഇന്ന് നമ്മുടെ സെക്കൻഡ് നൈറ്റാ. നമുക്ക് ഉറങ്ങാൻ കണ്ണേട്ടാ. ഒരു 3 മണിക്കെങ്കിലും എഴുന്നേക്കണം. 3 മണിക്കോ? ആ, 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് ഒരു 4 മണിക്കെങ്കിലും പുറപ്പെടണം. എന്തിനാ അങ്ങനെ ധൃതി കൂട്ടുന്നത്? അവൻ ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല കണ്ണേട്ടാ.